Hello everyone and welcome back to our online science lessons. My name is Zahir and I hope everyone is doing very well. And before we start our class, let me congratulate all of you because you all got promoted to the next class. That means we are in class 7 and here we are. Let's move on to the first chapter of science subject, and I think you know the name of the chapter. The name of the chapter is Nutrition in Plants. You might know the term nutrients in the class 6. Class 6th nutrients എന്നുള്ള ഒരു term നമ്മൾ പഠിച്ചിട്ടുണ്ട്. So here we are going to discuss nutrition in plants. Nutrition in plants എന്നുള്ള ഒരു chapter ആണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. So let's get started. Moving on to the first topic of this chapter, and that is what is nutrition. എന്താണ് nutrition എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So what is nutrition? Nutrition is the process of taking in food and converting it into energy and other vital nutrients that is required for our life. അപ്പോൾ nutrition എന്ന് പറഞ്ഞാൽ it is the process of taking in food and converting it into energy and other vital nutrients that is required to our body. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ അതൊരു പ്രോസസ്സാണ്. എന്തൊക്കെയാണ് ആ പ്രോസസ്സിലുള്ളത്? ഒന്ന് ടേക്കിംഗ് ഇൻ ഓഫ് ഫുഡിന്റെ ടേക്കിംഗ് ഇൻ എന്ന് പറഞ്ഞുള്ള ഒരു കാര്യം നടക്കുന്നുണ്ട്. അതായത് നമ്മൾ ഫുഡ് കഴിക്കുക എന്നുള്ള ഒരു പ്രോസസ്സ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കൺവേർട്ടിംഗ് ഇൻ ടു എനർജി ആൻഡ് അതർ വൈറ്റൽ ന്യൂട്രിയൻസ് ദാറ്റ് ഈസ് റിക്വയർഡ് ഫോർ അവർ ബോഡി. അതിനെ കൺവേർട്ട് ചെയ്തിട്ട് എനർജിയും അതുപോലെ മറ്റു ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റൽ ന്യൂട്രിയൻസും ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, സോ ദാറ്റ് ഈസ് ന്യൂട്രീഷൻ. And let's recollect some points that we have learned in the previous class. Class 6ൽ നമ്മൾ ന്യൂട്രിയൻസിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് റീകളക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ചാപ്റ്ററിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകാം. First one, we have learned food is essential for all living organisms. എല്ലാ ലിവിങ് ഓർഗാനിസംസിനും ഫുഡ് വളരെയധികം അത്യാവശ്യമാണ് ജീവൻ നിലനിർത്താൻ എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. Alright. Next one, carbohydrates, proteins, fats, vitamins and minerals are the components of food. ഫുഡിൽ അടങ്ങിയിട്ടുള്ള കമ്പോണൻസ് ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്സ്, വൈറ്റമിൻസ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, മിനറൽസ്. ഇവയൊക്കെയാണ് ഫുഡിൽ അടങ്ങിയിട്ടുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത്. And these components of food are necessary for our body are called nutrients. ഇങ്ങനെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഇത്തരം കമ്പോണൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. So all living organisms require food. And plants can make their food themselves, but animals, including humans, cannot. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, പ്ലാന്റ്സ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് അവരുടെ ഇലകളിൽ വെച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും അതുപോലെ മറ്റു മിനറൽസും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ട് അവരുടെ ഇലകളിൽ വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ മനുഷ്യരും മറ്റു മൃഗങ്ങളും മറ്റു ആനിമൽസും ഇങ്ങനെയാണോ ചെയ്യുന്നത്? അല്ല, നമ്മൾ പ്ലാന്റ്സിനെയോ അല്ലെങ്കിൽ ആനിമൽസിനെയോ ഡിപ്പെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓൾറൈറ്റ്, സോ they get it from plants or animals that eat plants. നമുക്ക് എങ്ങനെയാണ് ഭക്ഷണം കിട്ടുന്നത്? ഒന്നെങ്കിൽ അനിമൽസിൽ നിന്ന് അല്ലെങ്കിൽ പ്ലാന്റ്സിൽ നിന്ന്. ഈ രണ്ട് കാര്യങ്ങൾ വഴിയാണ് നമ്മൾ ഫുഡ് എന്ത് ചെയ്യുന്നത്? കണ്ടെത്തുന്നത്. So we can say humans and animals are directly or indirectly dependent on plants. പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആരൊക്കെ? അനിമൽസും അതുപോലെ ഹ്യൂമൻസും. ഹ്യൂമൻസ് ആൻഡ് അനിമൽസ് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പ്ലാന്റ്സിനെയാണ് പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓൾറൈറ്റ്, സോ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡ്സ് ഓഫ് ന്യൂട്രീഷൻ എന്നുള്ളതാണ്. ന്യൂട്രീഷന്റെ മോഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. Plants are the only organisms that can prepare food for themselves by using water, carbon dioxide and minerals, and the raw materials are present in their surrounding. അപ്പോൾ പ്ലാന്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഫോട്ടോസിന്തസിസ് വഴി അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് എവിടെ നിന്നാണ് കിട്ടുന്നത്? അവരുടെ സറൗണ്ടിങ്ങിൽ നിന്നാണ്, അറ്റ്മോസ്ഫിയറിൽ നിന്നും സോയിലിൽ നിന്നൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ്, മിനറൽസ്, വാട്ടർ ഇതെല്ലാം കിട്ടുന്നത് അതിന്റെ സറൗണ്ടിങ്ങിൽ നിന്നും ആണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ the nutrients enable living organisms to build their bodies, to grow, to repair damaged parts of their bodies and to provide energy to carry out life processes. നമ്മൾ പഠിച്ചിട്ടുണ്ട് ന്യൂട്രിയൻസ് എന്തിനൊക്കെയാണ് നമ്മുടെ ശരീരത്തിനെ സഹായിക്കുന്നത്? ടു ബിൽഡ് ദെയർ ബോഡീസ്, ഒന്ന് അതിന്റെ ബോഡി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടു ഗ്രോ, രണ്ടാമത് പറയുന്നത് അതിന് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മൂന്നാമത് പറയുന്നത് ടു റിപ്പയർ ഡാമേജ്ഡ് പാർട്സ് ഓഫ് ദെയർ ബോഡീസ്, അതിന്റെ ബോഡി പാർട്സിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡാമേജ് ആയി കിടക്കുന്ന ഭാഗങ്ങളൊക്കെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂട്രിയൻസ് സഹായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു.
ആൻഡ് ഓൾസോ ടു പ്രൊവൈഡ് എനർജി ടു ക്യാരി ഔട്ട് ലൈഫ് പ്രോസസ്സസ്. എനർജിയും എന്ത് ചെയ്യുന്നുണ്ട്, ലൈഫ് പ്രോസസ്സുകൾ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജിയും ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് എന്താണ് ന്യൂട്രിയൻസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇനി ന്യൂട്രീഷൻ എന്താണ് നമ്മൾ അടുത്തതായിട്ട് പറയുന്നത്. ന്യൂട്രീഷൻ ഈസ് ദ മോഡ് ഓഫ് ടേക്കിംഗ് ഫുഡ് ബൈ ആൻ ഓർഗാനിസം ആൻഡ് ഇറ്റ്സ് യൂട്ടിലൈസേഷൻ ബൈ ദ ബോഡി. അതായത് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ മോഡ് ഓഫ് ടേക്കിംഗ് ഫുഡ് ബൈ ആൻ ഓർഗാനിസം. ഒരു ഓർഗാനിസം ഫുഡ് ടേക്കിംഗ് ചെയ്യുന്ന മോഡും അതിനെ ബോഡി യൂട്ടിലൈസ് ചെയ്യുന്ന ആ ഒരു കാര്യത്തിനെയും കൂടിയിട്ടാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഫുഡ് ഇൻടേക്ക് ആക്കിയിട്ട് അതിനെ ഡിഫറെന്റ് പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നു, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, സോ ദർ ആർ 2 types ഓഫ് ന്യൂട്രീഷൻ. 2 രീതിയിലുള്ള ന്യൂട്രീഷനുകളാണുള്ളത്. ഏതൊക്കെയാണത്? ഒന്ന് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ, സെക്കൻഡ് വൺ ഈസ് എട്രോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അപ്പൊ രണ്ടിന്റെയും ആ പേരിൽ നിന്ന് തന്നെ നമുക്കത് എങ്ങനെയുള്ള ന്യൂട്രീഷൻ ആണ് എന്നുള്ളത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ അതിനെ 2 ഭാഗങ്ങളായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്താൽ, ഒന്ന് ട്രോപ്പിക് എന്നിങ്ങനെ 2 ഭാഗങ്ങളാക്കി മാറ്റാം. ഓട്ടോ എന്ന് പറഞ്ഞാൽ സെൽഫ് എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. ട്രോഫോസ് എന്ന് പറഞ്ഞാൽ നറിഷ്മെന്റ്, ന്യൂട്രീഷൻ എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. അപ്പോൾ ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ അതിന്റെ ന്യൂട്രീഷൻ നടക്കുന്നത് സെൽഫായിട്ടാണ്, അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെയാണ് നടക്കുന്നത്. ഹെട്രോട്രോഫിക് എന്ന് പറഞ്ഞാൽ, ഹെട്രോസ് എന്ന് പറഞ്ഞാൽ അതേഴ്സ്, മറ്റുള്ള ഓർഗാനിസംസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ an autotroph is an organism that can produce its own food using light, വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ് ഓർ അതർ കെമിക്കൽസ്, മറ്റു കെമിക്കൽസ് യൂസ് ചെയ്തിട്ടൊക്കെ ആയിട്ട് സ്വയം അതിനു വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ സാധിക്കുന്ന അത്തരം ഓർഗാനിസംസിനെയാണ് നമ്മൾ ഓട്ടോട്രോഫിക്കുകൾ എന്ന് വിളിക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ പ്ലാന്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഓട്ടോട്രോഫിക് ആണ് എന്ന് പറയാം. നെക്സ്റ്റ് വൺ, എട്രോട്രോഫിക് ന്യൂട്രീഷൻ ഈസ് എ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇൻ വിച്ച് ഓർഗാനിസംസ് ഡിപ്പെൻഡ് അപ്പോൺ അതർ ഓർഗാനിസംസ് ഫോർ ഫുഡ് ടു സർവൈവ്. എട്രോട്രോഫിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോർ എക്സാമ്പിൾ ഹ്യൂമൻ ബീങ്സിനെ എടുക്കാം, മറ്റു ആനിമൽസിനെ എടുക്കാം. അവ പ്ലാന്റ്സിനെയോ മറ്റു ആനിമൽസിനെയോ എന്ത് ചെയ്യും, ഫുഡിന് വേണ്ടിയിട്ട് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യും. അത്തരം ആനിമൽസിനെ അല്ലെങ്കിൽ അത്തരം ഓർഗാനിസംസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹെട്രോട്രോഫിക് ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഹെട്രോട്രോഫിക് ഓർഗാനിസംസ് എന്ന് വിളിക്കുന്നത്. ഓൾറൈറ്റ്, so the next topic that we are going to discuss here is where are the food factories of plants located. ഇപ്പോൾ പ്ലാന്റ്സ് നമ്മൾ പറഞ്ഞു, അതിൽ പ്ലാന്റ്സിന്റെ ഉള്ളിലാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്, സ്വയം ഫുഡ് പ്രിപ്പയർ ചെയ്യാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് എവിടെയാണ് അതിന്റെ ഫുഡ് ഫാക്ടറി എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ ബോഡി പാർട്ടിൽ, എല്ലാ ബോഡി പാർട്ടിലും ഇത് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആയിട്ട് ഏതെങ്കിലും ഭാഗത്ത് മാത്രമാണോ എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. ഹൗ ഡു പ്ലാന്റ്സ് ഒബ്റ്റെയിൻ ദ റോ മെറ്റീരിയൽസ് ഫ്രം ദ സറൗണ്ടിങ്സ്. നമ്മൾ പറഞ്ഞു അതിന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് കിട്ടുന്നത് അതിന്റെ സറൗണ്ടിങ്സിൽ നിന്നാണ്. അപ്പൊ സറൗണ്ടിങ്സിൽ നിന്നും എങ്ങനെയാണ് അത് ഒബ്റ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയണം. ആൻഡ് ഹൗ ഡു ദേ ട്രാൻസ്പോർട്ട് ദം ടു ഫുഡ് ഫാക്ടറീസ് ഓഫ് ദ പ്ലാന്റ്സ്. അപ്പോൾ ഈ ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണത് എവിടെയാണോ ഫുഡ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ആ ഫുഡ് ഫാക്ടറിയിലേക്ക് എങ്ങനെയാണ് അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. Alright, so let's start. Here, leaves are the food factories of plants. അപ്പോൾ ഫുഡ് ഫാക്ടറി എവിടെ എന്നുള്ളതിന്റെ അടുത്താണ് നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. ലീവ്സ് ആണ് ഫുഡിന്റെ ഫാക്ടറി എന്ന് പറയുന്നത് പ്ലാന്റ്സിൽ. സോ ലീവ്സ് ആർ ദ ഫുഡ് ഫാക്ടറീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ദ സിന്തസിസ് ഓഫ് ഫുഡ് ഇൻ പ്ലാന്റ്സ് ഒക്കർ ഇൻ ലീവ്സ്. അപ്പോൾ ഈ ഫുഡ് സിന്തസിസ് നടക്കുന്നത്, ഫുഡ് പ്രൊഡക്ഷൻ നടക്കുന്നത് അതിന്റെ പ്ലാന്റ്സിന്റെ ലീവ്സിൽ വെച്ചിട്ടാണ്. So therefore all the raw materials must reach in leaves. ലീവ്സിൽ എത്തണം. എല്ലാ റോ മെറ്റീരിയൽസും ലീവ്സിൽ എത്തിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവയ്ക്ക് ഫുഡ് സിന്തസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ലീവ്സ് ആണ് ഫുഡ് ഫാക്ടറി. പ്ലാന്റ്സിന്റെ ഫുഡ് ഫാക്ടറി എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഇറ്റ് ഈസ് ഇൻ ദ ലീവ്സിലാണ് എന്നാണ് പറയേണ്ടത്. Alright. So next one we are going to discuss what happens in roots. റൂട്ട്സിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Water and minerals present in the soil get absorbed by the roots and then it is transferred through stem and branches and finally reach in leaves. ലീവ്സിൽ അവസാനം എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ സോയിലാണ് വെള്ളം അതുപോലെ മറ്റു മിനറൽസ് ഉള്ളത്. അത് റൂട്ട് അബ്സോർബ് ചെയ്യുന്നു, അത് ബ്രാഞ്ചിലൂടെയും അതുപോലെ അതിന്റെ സ്റ്റെമിലൂടെയൊക്കെ പോയിട്ട് അവസാനം അത് ലീഫിൽ എത്തിച്ചേരുന്നു. So water and minerals present in the soil are absorbed by the roots and transported to the leaves. ലീവ്സിലേക്ക് അത് എന്ത് ചെയ്യുന്നു, ട്രാൻസ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. സോയിലായിരിക്കും വാട്ടറും അതുപോലെ
മറ്റു മിനറൽസും കാര്യങ്ങളൊക്കെ ഉള്ളത്. റൂട്ടാണ് ഇത് അബ്സോർബ് ചെയ്യുന്നത്, അതുപോലെ ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്നത് റൂട്ടാണ്. അപ്പോൾ സ്റ്റെമ്മിലൂടെയും അതുപോലെ മറ്റു ബ്രാഞ്ചിലൂടെ എല്ലാം ട്രാൻസ്പോർട്ട് ചെയ്ത് അവസാനം ഇത് എവിടെയാണ് എത്തുന്നത്? ലീവ്സിൽ എത്തുന്നു. സോ അതാണ് റൂട്ടിന്റെ കാര്യം പറയുന്നത്. And water and minerals are transported to the leaves by the vessels which run like pipes. അപ്പോൾ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഈ റൂട്ടിലും അതുപോലെ സ്റ്റെമ്മിലൊക്കെ ടൈനി പൈപ്പുകളുണ്ട്, ടൈനി വെസൽസ് ഉണ്ട്. അതൊരു പൈപ്പ് പോലെ ആക്ട് ചെയ്യും. അതിലൂടെയാണ് വാട്ടറും അതുപോലെ മിനറൽസും ലീവ്സിൽ എത്തുന്നത്. അങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. ടൈനി ട്യൂബ്സ് ആണ് സ്റ്റെമ്മിലും അതേപോലെ റൂട്ടിലൊക്കെ ഉള്ളത്. ആ ട്യൂബിലൂടെയാണ്, ആ പൈപ്പിലൂടെയാണ് അല്ലെങ്കിൽ ആ ഒരു വെസലിലൂടെയാണ് ലീവ്സിലേക്ക് വാട്ടറും അതുപോലെ മിനറൽസും എല്ലാം എത്തിച്ചേരുന്നത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് വാട്ട് ഹാപ്പൻസ് ഇൻ ദ ലീവ്സ്. ലീവ്സിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലീവ്സിൽ ആദ്യം നടക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദി എയർ ഈസ് അബ്സോർബ്ഡ് ബൈ സ്മോൾ ടൈനി പോസ് കോൾഡ് സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റയെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലീവ്സിലുള്ള ടൈനി പോസിനെയാണ് നമ്മൾ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ട്രാൻസ്പിറേഷൻ എന്ന് പറഞ്ഞുള്ള ഒരു ടോപ്പിക് ഒക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സ്റ്റൊമാറ്റ എന്നുള്ളത്. അപ്പോൾ ഈ സ്റ്റൊമാറ്റ വഴി കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്യുന്നു. ആ കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങനെ ലീവ്സിൽ എത്തുന്നു. അതാണ് ഒരു കാര്യം നടക്കുന്നത്. നെക്സ്റ്റ് വൺ സൺലൈറ്റ് ആണ്. അപ്പോൾ ലീവ്സിൽ ക്ലോറോഫിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വസ്തു ഉണ്ട്. അപ്പോൾ ഈ ക്ലോറോഫില്ലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേ ക്യാൻ അബ്സോർബ് ലൈറ്റ് എനർജി. ലൈറ്റിലുള്ള സോളാർ എനർജിയെ അബ്സോർബ് ചെയ്യാൻ ക്ലോറോഫില്ലുകൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു കാര്യമാണ് രണ്ടാമതായിട്ട് നടക്കുന്നത്. അപ്പൊ ടോട്ടൽ രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന് സ്റ്റൊമാറ്റ വഴി കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യുന്നു, അടുത്തത് ക്ലോറോഫിൽ വഴി സൺലൈറ്റ് എനർജി അല്ലെങ്കിൽ സോളാർ എനർജി അബ്സോർബ് ചെയ്യുന്നു. അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ലീവ്സിൽ വെച്ചിട്ട് നടക്കുന്നത്. സോ ദ ക്ലോറോഫിൽ ഹെൽപ്സ് ലീവ്സ് ടു ക്യാപ്ചർ ദി എനർജി ഓഫ് സൺലൈറ്റ്. ക്ലോറോഫിൽ ആണ് സൺലൈറ്റിലുള്ള എനർജി ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ആൻഡ് ദിസ് എനർജി ഈസ് യൂസ്ഡ് ടു സിന്തസൈസ് ഓർ പ്രിപ്പയർ ഫുഡ് ഫ്രം കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ഈ എനർജിയാണ് ഫുഡ് സിന്തസിസിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടിയിട്ട് ഫുഡാക്കി മാറ്റാൻ യൂസ് ചെയ്യുന്ന എനർജി ക്ലോറോഫിൽ അബ്സോർബ് ചെയ്യുന്ന, സൺലൈറ്റിൽ നിന്നും അബ്സോർബ് ചെയ്യുന്ന ഈ ഒരു സോളാർ എനർജിയാണ്. റൈറ്റ്. അപ്പൊ ആ ഒരു കാര്യമാണ് ലീവ്സിൽ നടക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്, സോളാർ എനർജിയുടെ ക്യാപ്ചറിങ് നടക്കുന്നുണ്ട്. സോ സോളാർ എനർജിയുടെ ക്യാപ്ചറിങ്ങിന് സഹായിക്കുന്നത് ക്ലോറോഫിൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വസ്തുവാണ്. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞുള്ള ടൈനി ട്യൂബ്സിലൂടെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യുന്നത്. Alright. So the process by which green plants make their own food like glucose from carbon dioxide and water by using sunlight energy in the presence of chlorophyll is called photosynthesis. അപ്പൊ എന്താണ് ഫോട്ടോസിന്തസിസ് എന്നുള്ളത്? ഡെഫിനിഷൻ ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 6th സ്റ്റാൻഡേർഡിൽ നമ്മൾ എന്താണ് ഫോട്ടോസിന്തസിസ് എന്നുള്ളതും എന്താണ് അതിന്റെ ഇക്വേഷൻ എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഒന്നും കൂടെ ഇവിടെ പഠിക്കുന്നു എന്നുള്ളതാണ്. സോ ദ പ്രോസസ് ബൈ വിച്ച് ഗ്രീൻ പ്ലാന്റ്സ് മേക്ക് ദെയർ ഓൺ ഫുഡ്. അവരുടെ സ്വയം ഫുഡ്, അവർ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ്? ഫ്രം കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ബൈ യൂസിങ് സൺലൈറ്റ് എനർജി അല്ലെങ്കിൽ സോളാർ എനർജി ഇൻ ദ പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ. ക്ലോറോഫിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ എന്നുള്ള കാര്യം കൂടെ പറയുന്നുണ്ട്. സോ ദാറ്റ് ഈസ് കോൾഡ് ഫോട്ടോസിന്തസിസ്. ആ ഒരു കാര്യത്തെയാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്. ഇവിടെ അതിന്റെ ഒരു ചെറിയൊരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ട്. സൺലൈറ്റ് വന്നിട്ട് ലീഫിൽ തട്ടുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ആവുന്നു, ഓക്സിജൻ പുറത്ത് വിടുന്നുണ്ട്. അത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. So, since the synthesis of food occur in the presence of sunlight, it is called photosynthesis. ആ ഒരു സിന്തസിസ് നടക്കുന്നത് ഫോട്ടോ എന്ന് പറഞ്ഞാൽ സൺലൈറ്റ് എന്നുള്ളതാണ്. അതിന്റെ പ്രസൻസിൽ നടക്കുന്ന സിന്തസിസ് ആയതുകൊണ്ടാണ് അതിന് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. സോ ഫോട്ടോ മീൻസ് ലൈറ്റ് ആൻഡ് സിന്തസിസ് ടു കമ്പെയിൻ. സിന്തസിസ് എന്നുള്ള വാക്കിന്റെ മീനിങ് വരുന്നത് ടു കമ്പെയിൻ എന്നുള്ളതാണ്. ഓൾറൈറ്റ്. അപ്പൊ അങ്ങനെയാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടേം ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. And thus the sun is the ultimate source of energy for all living organisms. നമ്മൾ പറഞ്ഞു പ്ലാന്റ്സിനെയാണ് എല്ലാ കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പൊ നമുക്ക് നമ്മുടെ ഫുഡിനാണെങ്കിലും ആനിമൽസിന്റെ ഫുഡിനാണെങ്കിലും ഒക്കെ നമ്മൾ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. പ്ലാന്റ്സ് അതിന്റെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് സൺലൈറ്റിനെയാണ്, സൺലൈറ്റ് എനർജിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? സൺ ഈസ് ദി അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി എന്ന് പറഞ്ഞൂടെ? അപ്പൊ അതാണ് പറയുന്നത്, സൺ ഈസ് ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി ഫോർ ഓൾ ലിവിംഗ് ഓർഗാനിസംസ്. സണ്ണ് പണി മുടക്കി കഴിഞ്ഞാൽ എല്ലാ ലിവിംഗ് ഓർഗാനിസംസിന്റെയും ഫുഡ് വഴിമുട്ടും എന്നുള്ളതാണ്. ഓൾറൈറ്റ്. സോ അതുകൊണ്ടാണ് നമ്മൾ സൺ ഈസ് ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി ഓഫ് ഓൾ ലിവിംഗ് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്. Here is an interesting question in this chapter. Can you imagine life on Earth in the absence of photosynthesis?
ഫോട്ടോസിന്തസിസിന്റെ ആബ്സെൻസിൽ ഒരു ലൈഫ് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ ചാപ്റ്ററിൽ നമ്മളോട് ചോദിക്കുന്നത്. വി നോ ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. വെൽ, ഇൻ ദ ആബ്സെൻസ് ഓഫ് ഫോട്ടോസിന്തസിസ് ദർ വുഡ് നോട്ട് ബി എനി ഫുഡ്. നമുക്കറിയാം ഫോട്ടോസിന്തസിസ് നടന്നില്ല എന്നുണ്ടെങ്കിൽ പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കില്ല. പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കിയില്ലെങ്കിൽ മറ്റു അനിമൽസിനും ഇൻക്ലൂഡിങ് അസ് നമുക്ക് മനുഷ്യർക്കും ഒന്നും എന്ത് ചെയ്യില്ല, ഫുഡ് കിട്ടൂല. The survival of almost all living organisms directly or indirectly depend upon the food made by the plants. അപ്പോൾ പ്ലാന്റ്സ് ഉണ്ടാക്കുന്ന ഫുഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എല്ലാ അനിമൽസിനെയും എല്ലാ ഓർഗാനിസംസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്സിജൻ വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ ദ സർവൈവൽ ഓഫ് ഓൾ ലിവിംഗ് ഓർഗാനിസംസ് ഈസ് ആൾസോ പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ഫോട്ടോസിന്തസിസ്. നമുക്കറിയാം എല്ലാ ലിവിംഗ് ഓർഗാനിസംസിനും ആവശ്യമുള്ള ഒരു സാധനമാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. ഈ ഓക്സിജനും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോസസ്സ് വഴിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതും ഇതിന്റെ കൂടെ മുടങ്ങും എന്നുള്ളതാണ്. ആൻഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഫോട്ടോസിന്തസിസ് ലൈഫ് വുഡ് ബി ഇമ്പോസിബിൾ ഓൺ ദ എർത്ത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇൻ ദ ആബ്സെൻസ് ഓഫ് ഫോട്ടോസിന്തസിസ് ലൈഫ് വുഡ് ബി ഇമ്പോസിബിൾ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ഫോട്ടോസിന്തസിസ് നടന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ബി ദ എൻഡ് ഓഫ് ലൈഫിന്റെ എൻഡ് ആയിരിക്കും ഫോട്ടോസിന്തസിസിന്റെ കാര്യം നടന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ. ഓൾറൈറ്റ്, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ഈ ഒരു പാർട്ടിൽ പറയുന്നത്. ആൻഡ് ലെറ്റ് സമ്മറൈസ് ഇറ്റ്. നമുക്കൊന്ന് സമ്മറൈസ് ചെയ്തിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഫോട്ടോസിന്തസിസിന്റെ ആ ഒരു ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വാട്ടർ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ഗിവ്സ് കാർബോഹൈഡ്രേറ്റ് പ്ലസ് ഓക്സിജൻ ഇൻ ദി പ്രസൻസ് ഓഫ് സൺലൈറ്റ് എന്നുള്ള കാര്യം അവിടെ കൊടുത്തിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ഇക്വേഷൻ എഴുതേണ്ടത്. അപ്പൊ അതിന്റെ കെമിക്കൽ ഇക്വേഷനും കൂടെ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പഠിക്കും. ഇപ്പൊ ഒന്ന് മനസ്സിലാക്കി വെക്കാം. 6H2O എന്ന് പറഞ്ഞാൽ 6 മോളിക്യൂൾസ്. അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. H2O വെള്ളത്തിന്റെ 6 മോളിക്യൂൾസ് പ്ലസ് 6 molecules of carbon dioxide. 6 molecules of carbon dioxide gives in the presence of sunlight എന്നുള്ള കാര്യം നമ്മൾ ഓർത്ത് വെക്കുക. ഗിവ്സ് ഈ കൊടുത്തുള്ളത് C6H12O6 എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. ഒരു കാർബോഹൈഡ്രേറ്റിന്റെ ഒരു രൂപം. C6H12O6 എന്ന് പറഞ്ഞുള്ള ഒരു ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. പ്ലസ് ഓക്സിജൻ 6 molecules of oxygen ആണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. സോ 6 molecules of water plus 6 molecules of carbon dioxide reacts in the presence of sunlight gives 1 molecule of glucose plus 6 molecule of oxygen. ഇതാണ് അതിന്റെ കെമിക്കൽ ഇക്വേഷൻ വരുന്നത്. During photosynthesis, chlorophyll containing cells of leaves in the presence of sunlight use carbon dioxide and water to synthesize കാർബോഹൈഡ്രേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. സൺലൈറ്റിന്റെ പ്രസൻസിൽ കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ സൺലൈറ്റും വാട്ടറും യൂസ് ചെയ്തിട്ട് കാർബോഹൈഡ്രേറ്റ് ആക്കി മാറ്റുന്നു എന്നുള്ളതാണ്. ആൻഡ് ദ കാർബോഹൈഡ്രേറ്റ് അൾട്ടിമേറ്റ്ലി ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു സ്റ്റാർച്ച്. ഈ കാർബോഹൈഡ്രേറ്റുകൾ എന്ത് ചെയ്യുന്നു? അതിനെ കൺവേർട്ട് ചെയ്തിട്ട് സ്റ്റാർച്ച് രൂപത്തിലായി മാറുന്നു. സ്റ്റാർച്ച് രൂപത്തിലായിരിക്കും ലീവ്സിൽ ഇത് അവസാനമായിട്ട് നമ്മൾ കാണാൻ സാധിക്കും. നമ്മൾ ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ അത് സ്റ്റാർച്ച് രൂപത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് എന്താണ് ന്യൂട്രീഷൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ന്യൂട്രിയൻസിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. അതുപോലെ ഡിഫറെന്റ് മോഡ്സ് ഓഫ് ന്യൂട്രീഷൻ പറഞ്ഞു. പ്ലാന്റ്സിൽ നടക്കുന്ന ന്യൂട്രീഷന്റെ എക്സാമ്പിൾ പറഞ്ഞു. ഫോട്ടോസിന്തസിസ് പറഞ്ഞു. ആൻഡ് ഫോട്ടോസിന്തസിസിന്റെ കെമിക്കൽ അതിന്റെ ഇക്വേഷൻ പറഞ്ഞു, എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് ദാറ്റ്. And if you have any doubt, let's discuss that in the online section. And here we conclude it. So please be safe and see you in the next class with the remaining part of the chapter. And thank you all.